നമസ്കാരം. 9 മണി വാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. 77ാം റിപ്പബ്ലിക് ദിന ആഘോഷ നിറവിൽ രാജ്യം. കർത്തവ്യപഥിൽ 10:30 റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിന്റെ അടക്കം 30 ടാബ്ലോകൾ. യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ. റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ അതിഥികൾ. ഡൽഹിയിൽ കനത്ത ജാഗ്രത. സംസ്ഥാനത്തും വിപുലമായ ആഘോഷങ്ങൾ. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് തുറന്നു പറഞ്ഞ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണൻ CPM-ന് പുറത്തേക്ക്. ഇന്ന് 7 ജില്ലാ കമ്മിറ്റിയിൽ നടപടി അംഗീകരിക്കും. പുറത്താക്കിയാലും പോരാട്ടം തുടരുമെന്ന് കുഞ്ഞികൃഷ്ണൻ. കുമ്പള ടോൾ പിരിവിനെ BJP അംഗീകരിക്കുന്നില്ലെന്ന് കോഴിക്കോട് മേഖലാ പ്രസിഡന്റ്. മുസ്ലിം ലീഗും ചില CPM നേതാക്കളും BJPക്കെതിരെ മുതലെടുപ്പ് നടത്തുന്നുവെന്ന് K. ശ്രീകാന്ത്. കുമ്പളയിൽ താൽക്കാലിക ടോൾ പ്ലാസ സ്ഥാപിച്ചതിൽ ചില ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചന. ടോൾ പ്ലാസ സമരത്തെ തുടർന്ന് പ്രതിരോധത്തിലായ BJPയുടെ ആദ്യ പ്രതികരണം. ഇപ്പോൾ 77ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ കേരളത്തിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഗവർണർ പതാക ഉയർത്തുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സംസ്ഥാനത്ത് ഉടനീളം ജില്ലാ ആസ്ഥാനങ്ങളിൽ മന്ത്രിമാർ ചടങ്ങുകളിൽ പങ്കെടുക്കും. ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ നിറവിലാണ് രാജ്യം. ഇപ്പോൾ ഗവർണർ സേനാംഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിക്കുന്ന ദൃശ്യങ്ങൾ കൂടി കാണാം. തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പതാക ഉയർത്തിയതിനു ശേഷം ഇപ്പോൾ സേനാംഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിക്കുകയാണ് അദ്ദേഹം. പ്രൗഢഗംഭീരമായാണ് രാജ്യത്ത് ഉടനീളം റിപ്പബ്ലിക് ദിന ആഘോഷ ചടങ്ങുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. രാജ്യം 77ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിന് നിറവിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന വിവിധ ജില്ലകളിൽ ഉള്ള റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികളാണ്. മന്ത്രിമാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രധാന നേതൃസ്ഥാനം വഹിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ അടക്കം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. സാരംഗ് സുധാകരൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. സാരംഗ്, ഇപ്പോൾ ഗവർണർ പതാക ഉയർത്തി അതിനുശേഷം അദ്ദേഹം NCC, സ്കൗട്ട്, പോലീസ് സേന അടക്കമുള്ള ആളുകളുടെ സേനാംഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിക്കുകയാണ്. മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ബഹുമാനപ്പെട്ട കേരള ഗവർണർ ഈ സമയം പരേഡ് പരിശോധിക്കുന്നു. സാരംഗ്, കേൾക്കാമോ? ഇപ്പോൾ പതാക ഉയർത്തി ഇപ്പോൾ പരേഡ് പരിശോധിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാണ്. നേവിയുടെയും കരസേനയുടെയും ജില്ലാ പോലീസിന്റെയും അടക്കം ഉള്ള വിവിധ പ്ലറ്റൂണുകളിൽ ഇപ്പോൾ അണിനിരന്നിട്ടുണ്ട്. ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. ഇപ്പോൾ അഭിവാദ്യം ഗവർണർ ഈ ഒരു പരേഡ് പരിശോധിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
വിവിധ സേനാംഗങ്ങളുടെ പരേഡ് ഗവർണർ പരിശോധിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള വിശിഷ്ടാതിഥികൾ അവിടെ വേദിയിലുണ്ട്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ പരിശോധന തുടരുകയാണ്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൻ്റെ തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കാണുന്നത്. സാരംഗ്, തുടരാം. രഞ്ജിത്ത്, ഇന്നത്തെ പരേഡിന് അതായത് പരേഡ് കമാൻഡറായിട്ട് ഉള്ളത് എയർഫോഴ്സിൽ നിന്നാണ്. എയർഫോഴ്സിലെ വിംഗ് കമാൻഡർ വികാസ് വശിഷ്ഠും ഒപ്പം തന്നെ സെക്കൻഡ് ഇൻ കമാൻഡായി ക്യാപ്റ്റൻ അഭിഷേക് ദുബെയുമാണുള്ളത്. അവരടക്കമുള്ള അതായത് ഇന്ത്യൻ ആർമിയുടെയും എയർഫോഴ്സിന്റെയും ആന്ധ്രാപ്രദേശ് മലബാർ സ്പെഷ്യൽ പോലീസ് അടക്കമുള്ള 11ഓളം പ്ലറ്റൂണുകളും ഒപ്പം അണ്ണാമടി യൂണിറ്റ് അതായത് 11ഓളം അണ്ണാമടി യൂണിറ്റുകൾ അടക്കമുള്ള പരേഡാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ വ്യക്തമായി കാണുന്നത്. ഇനി അടുത്തത് പരേഡ് പരിശോധന കഴിഞ്ഞതിന് ശേഷം ഗവർണറുടെ പ്രസംഗമാണ്. അതിനുശേഷമാണ് ഒരു പരിപാടികളിലേക്ക് കടക്കുക. മുഖ്യമന്ത്രി അടക്കം, രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി അടക്കം ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അതിനുശേഷം പരേഡ് കമാൻഡർ ഒരു റിപ്പോർട്ട് ഗവർണറെയും പിന്നീട് അതിനുശേഷമാണ് പരേഡ് കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. അതിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങായിട്ടുള്ള ഇപ്പോൾ ഗവർണറുടെ പ്രസംഗത്തിലേക്കാണ് ഇനി കാര്യങ്ങൾ കടക്കുന്നത്. ഗവർണർ സംസാരിക്കും, റിപ്പബ്ലിക് ദിന സന്ദേശമടക്കം നൽകും. വനിതാ പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ് തുടങ്ങിയ പ്ലാറ്റൂണുകൾ മാർച്ച് ചെയ്യുന്നു. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങൾ പങ്കുവെക്കും. അഭിലാഷ്, ഡൽഹിയിലും കർത്തവ്യപഥിലും വിപുലമായ പരിപാടികളാണ്. അതായത് 9:30 മണിയോടുകൂടി ആരംഭിക്കും. 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരേഡ്, ഫ്ലോട്ടുകൾ ഒക്കെ അടക്കം വലിയ തോതിൽ രാജ്യം ആഘോഷത്തിലേക്ക് കടക്കുന്ന സാഹചര്യമാണ്. തയ്യാറെടുപ്പുകൾ പൂർത്തിയായെന്ന് മനസ്സിലാക്കുന്നു. കനത്ത സുരക്ഷയിലുമാണ് ഡൽഹി. പരേഡിൽ പങ്കെടുക്കുന്ന എല്ലാ കണ്ടിജൻസും കോളൺ ഓഫ് റൂട്ട് എന്ന ഫോർമേഷനിൽ ക്വിക്ക് മാർച്ചിൽ വന്ന് ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു. രഞ്ജിത്ത്, ഡൽഹിയിൽ 9:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുദ്ധസ്മാരകത്തിൽ എത്തി പുഷ്പചക്രം സമർപ്പിക്കും, പുഷ്പാർച്ചന നടത്തും. അതിനുശേഷം 10:30 കർത്തവ്യപഥിൽ പരേഡ് ആരംഭിക്കുന്നത്. വലിയ വിപുലമായ പരേഡാണ് ഡൽഹിയിൽ നടക്കുന്നത്. അവിടെ പ്രധാനപ്പെട്ട ഇന്ത്യൻ പ്രസിഡന്റും പ്രധാനമന്ത്രിയും അതുപോലെ യൂറോപ്യൻ യൂണിയന്റെ പ്രതിനിധികളുമെല്ലാം ഇന്ന് അവിടെ എത്തുന്നുണ്ട്. വലിയ രീതിയിലുള്ള ചടങ്ങുകൾ, വിപുലമായ രീതിയിലുള്ള സംവിധാനങ്ങളുമാണ് ഡൽഹിയിൽ നിന്ന് ഒരുക്കിയിരിക്കുന്നത്. വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷികവുമായി ബന്ധപ്പെട്ടാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ഡേയുടെ തീം ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട വിമാനങ്ങളും അതുപോലെ ഹെലികോപ്റ്ററുകളും അടക്കം എല്ലാം ഒരുക്കിക്കൊണ്ടാണ് ഇന്ന് 177ാമത് റിപ്പബ്ലിക് ഡേ ചടങ്ങുകൾ രാജ്യത്ത് നടക്കുന്നത്. 10:30 മുതൽ 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരേഡാണ് ഡൽഹിയിൽ ഇന്ന് നടക്കുന്നത്. വലിയ വിപുലമായ ചടങ്ങുകളാണ്. അവിടെ 30ഓളം ഫ്ലോട്ടുകളുണ്ട്. അതിലെല്ലാം രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളുടെ കലയും അവിടുത്തെ സംസ്കാരവും എല്ലാം അടങ്ങുന്ന ഫ്ലോട്ടുകൾ. അതിൽ
എല്ലാ മ്യൂസിക് ബാൻഡുകളും, അതായത് ചെണ്ടമേളം, അതുപോലെ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള വിവിധ സംസ്ഥാനങ്ങളിലുള്ള വാദ്യോപകരണങ്ങൾ അടങ്ങുന്ന അവരുടെ മ്യൂസീഷ്യൻസ് അടങ്ങുന്ന സംഗീത പരിപാടികൾ തുടങ്ങി വലിയ രീതിയിലുള്ള വിപുലമായ ചടങ്ങുകളാണ് നടക്കുന്നത്. മാത്രമല്ല ഹെലികോപ്റ്ററുകൾ, MI-17 ഹെലികോപ്റ്ററുകൾ, അതുപോലെ അപ്പാച്ചി ഹെലികോപ്റ്ററുകൾ അടക്കം ഇന്ന് അവിടെ പ്രദർശിപ്പിക്കും. കൂടാതെ പരംവീർ ചക്ര നേടിയിട്ടുള്ള രാജ്യത്തെ സൈനികർ അവർ ഈ ചടങ്ങുകളിൽ പങ്കെടുക്കും. മാത്രമല്ല ഇന്ത്യയുടെ മറ്റ് പുതിയതായി ഇന്ത്യൻ ആർമിയിൽ, ഇന്ത്യൻ ഡിഫൻസിൽ എത്തിച്ചിരിക്കുന്ന ഉപകരണങ്ങൾ, സാങ്കേതിക ഉപകരണങ്ങളെല്ലാം ഇന്ന് റിപ്പബ്ലിക് ഡേ ചടങ്ങിൽ ഇന്ത്യ ദർശിക്കും. അവിടെ ചടങ്ങിൽ അവിടുത്തെ ഫ്ലോട്ടുകളിൽ ജനങ്ങൾക്ക് മുന്നിൽ അണിനിരത്തും. അതുപോലെ വലിയ രീതിയിലുള്ള ശക്തിബാൻ, അതുപോലെ ദിവ്യാസ്ത്ര തുടങ്ങിയിട്ടുള്ള ഡ്രോണുകൾ ഇന്ന് ജനങ്ങൾക്ക് മുന്നിൽ ഇന്ന് ഡൽഹിയിൽ അണിനിരത്തുകയാണ്. അതുപോലെ വലിയ രീതിയിലുള്ള ബുള്ളറ്റ് റെസിസ്റ്റന്റ് റാപ്റ്റേഴ്സ്, അതുപോലെ ഇന്ത്യൻ ഡിഫൻസിലുള്ള നായകൾ, അതുപോലെ മൃഗങ്ങൾ എല്ലാം ഇന്ന് അവിടുത്തെ റിപ്പബ്ലിക് ഡേ ചടങ്ങിൽ അണിനിരത്തുകയാണ് ഇന്ത്യ. അങ്ങനെ വലിയ രീതിയിൽ, വിപുലമായ രീതിയിൽ ഉള്ള ചടങ്ങുകൾ. പ്രധാനമായും യൂറോപ്യൻ യൂണിയനിലുള്ള പ്രതിനിധികളാണ്, അവിടുത്തെ ആളുകളാണ് ഇന്നത്തെ മുഖ്യാതിഥികളായി എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയും യൂറോപ്പുമായിട്ടുള്ള ബന്ധം സുദൃഢമാക്കുന്നതിൻ്റെ ഒരു ഭാഗം കൂടിയായിട്ടാണ് യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള അതിഥികളെ ഇന്ത്യ ഇത്തവണ ക്ഷണിച്ചിരിക്കുന്നത്. അവരുമായിട്ടുള്ള ഒരു 4 ദിവസത്തെ കൂടിക്കാഴ്ച കൂടി നടക്കുന്നു. അങ്ങനെ വിപുലമായ ചടങ്ങുകൾ. മാത്രമല്ല അതീവ സുരക്ഷയിലാണ് രാജ്യം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. രാജസ്ഥാനിൽ നിന്ന് വലിയ രീതിയിൽ ആയുധങ്ങൾ, അതുപോലെ സ്ഫോടക ശേഷിയുള്ള വസ്തുക്കളൊക്കെ പിടികൂടിയ ഒരു സാഹചര്യമുണ്ട്. ജമ്മു കാശ്മീരിൽ അവിടെ ഭീകരവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ആളുകളെ പിടികൂടുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ അതീവ സുരക്ഷ പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മുടെ 77ാമത് റിപ്പബ്ലിക് ഡേ ചടങ്ങുകൾ നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പബ്ലിക് ഡേയുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ നടക്കുകയാണ്. തിരുവനന്തപുരത്ത് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ രാജ്യത്തിന്റെ പതാക ഉയർത്തി പരേഡ് സ്വീകരിക്കുന്നു. അതുപോലെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് റിപ്പബ്ലിക് ഡേ ചടങ്ങ് പരേഡുകൾ നടക്കുന്നത്. രാജ്യത്ത് 9:30 ഇന്ന് 9:30 മണിയോടുകൂടി, ഇനി മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ, 9:30 യുദ്ധസ്മാരകത്തിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ പുഷ്പചക്രം സമർപ്പിച്ചതിനു ശേഷം 10:30 കർത്തവ്യപഥിൽ ഇന്ന് പരേഡ് നടക്കുന്നത്. വലിയ രീതിയിലുള്ള പരേഡാണ്. കേരളത്തിൽ നിന്നടക്കമുള്ള ഫ്ലോട്ടുകൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ പരേഡാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനങ്ങളടക്കം ഫ്ലോട്ടുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യൻ എയർഫോഴ്സിന്റെ എംബ്ലം കൂടി അതിൽ വെച്ചിട്ടുണ്ട്. ബ്രഹ്മോസിന്റെ മിസൈലുകൾ അതിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഓരോ ഇന്ത്യൻ നേവിയുടെയും, ഇന്ത്യൻ ആർമിയുടെയും, ഇന്ത്യൻ എയർഫോഴ്സിന്റെയും, CRPF തുടങ്ങി BSF തുടങ്ങി ഇന്ത്യയുടെ പ്രതിരോധ സേനയുടെ ശക്തി പ്രകടിപ്പിക്കുന്ന ഒരു ചടങ്ങ് കൂടിയായി ഇന്ത്യൻ 77ാമത് റിപ്പബ്ലിക് ദിനം മാറുകയാണ്. നമ്മുടെ ഇന്ത്യൻ എല്ലാ സംസ്ഥാനങ്ങളുടെയും സംസ്കാരവും കലയും എല്ലാ ചരിത്രവും വിളിച്ചോതുന്ന തരത്തിലുള്ള ഫ്ലോട്ടുകളും അവിടെ അരങ്ങേറും, അല്ലെങ്കിൽ അവിടെ അണിനിരത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ രാജ്യത്തിന്റെ യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളുടെ മുമ്പിൽ ഇന്ത്യയുടെ ചരിത്രവും പാരമ്പര്യവും വിളിച്ചോതുന്ന ഒരു ചടങ്ങായി നമ്മുടെ റിപ്പബ്ലിക് ഡേ പരേഡ് മാറും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. രഞ്ജിത്ത്, പ്രൗഢഗംഭീരമായ ചടങ്ങുകൾക്ക് ഡൽഹി സാക്ഷ്യം വഹിക്കുന്നു. ഒപ്പം കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലെ സ്റ്റേഷൻ ഓഫീസർ വിഷ്ണു മോഹൻ നയിക്കുന്ന പ്ലറ്റൂണാണ് ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സീനിയർ അണ്ടർ ഓഫീസർ ശിവറാം നയിക്കുന്ന സൈനിക് സ്കൂളിന്റെ ഒരു പ്ലറ്റൂണാണ് ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് സീനിയർ അണ്ടർ ഓഫീസർ എവിൻ JS നയിക്കുന്ന NCC സീനിയർ ഡിവിഷൻ ബോയ്സിന്റെ ഒരു പ്ലറ്റൂണാണ്. അണ്ടർ ഓഫീസർ കുമാരി വൈദേഹി N നയിക്കുന്ന NCC സീനിയർ വിംഗ് ഗേൾസിന്റെ പ്ലറ്റൂണാണ് ബഹുമാനപ്പെട്ട ഗവർണർക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.
നേവൽ കാഡറ്റ് മഹേഷ് കുമാർ എം നയിക്കുന്ന NCC നേവൽ യൂണിറ്റിന്റെ പ്ലറ്റൂണാണ് ബഹുമാനപ്പെട്ട ഗവർണർക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നുപോകുന്നത്. കാഡറ്റ് സർജൻ ധനുഷ് JS നയിക്കുന്ന NCC സീനിയർ ഡിവിഷൻ എയർ സ്ക്വാഡ്രന്റെ പ്ലറ്റൂണാണ് ബഹുമാനപ്പെട്ട ഗവർണർക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നുപോകുന്നത്. പ്ലറ്റൂൺ കമാൻഡർ എൽറോയ് ഷിജിൻ നയിക്കുന്ന നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയേഴ്സിന്റെ പ്ലറ്റൂണാണ് ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോകുന്നത്. അടുത്തതായി ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് ബോയ്സിന്റെ പ്ലറ്റൂണാണ്. ഈ പ്ലറ്റൂണിനെ സീനിയർ കാഡറ്റ് മാസ്റ്റർ സെറിൻ രാജ് SR നയിക്കുന്നു. അടുത്തതായി ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് ഗേൾസിന്റെ പ്ലറ്റൂണാണ്. ഈ പ്ലറ്റൂണിനെ സീനിയർ കാഡറ്റ് കുമാരി ജോന ലെയിൻ R നയിക്കുന്നു. ഗ്രൂപ്പ് ലീഡർ മാസ്റ്റർ അഭിരാം കൃഷ്ണൻ S നയിക്കുന്ന ഭാരത് സ്കൌട്ട്സിന്റെ വ്യൂഹമാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോകുന്നത്. ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോകുന്നത് കമ്പനി ലീഡർ കുമാരി അശ്വതി ഹരിപ്രസാദ് നയിക്കുന്ന ഭാരത് ഗൈഡ്സിന്റെ ഒരു കണ്ടിജന്റാണ്. മൗണ്ടഡ് പോലീസ് റിസർവ് സബ് ഇൻസ്പെക്ടർ അനൂപ് MA നയിക്കുന്ന മൗണ്ടഡ് പോലീസ് വിഭാഗമാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോകുന്നത്. ബാൻഡ് സബ് ഇൻസ്പെക്ടർമാരായ ബിജു A, ജോസ് തോംസൺ, ശശി MK, വിനോദ് MG, അരുൺ പ്രസാദ് എന്നിവർ നയിക്കുന്ന തിരുവനന്തപുരം സിറ്റി സായുധ പോലീസിന്റെയും മലബാർ സ്പെഷ്യൽ പോലീസിന്റെയും കേരള ആംഡ് പോലീസ് 1, 3, 5 ബറ്റാലിയനുകളുടെയും ബ്രാസ് ബാൻഡ് വിഭാഗങ്ങളാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനമർപ്പിച്ച് കടന്നുപോകുന്നത്. നായിക് സുബേദാർ സൗൾരാജ്, ബാൻഡ് സബ് ഇൻസ്പെക്ടർമാരായ സുബൈഷ് PV, ബൈജു V എന്നിവർ നയിക്കുന്ന ഭാരതീയ കരസേനയുടെ മദ്രാസ് റെജിമെന്റ് ബറ്റാലിയൻ 2ന്റെയും സ്പെഷ്യൽ ആംഡ് പോലീസിന്റെയും കേരള ആംഡ് പോലീസ് ബറ്റാലിയൻ 2ന്റെയും പൈപ്പ് ബാൻഡ് വിഭാഗങ്ങളാണ് അവസാനമായി ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനമർപ്പിച്ച് കടന്നുപോകുന്നത്.
അടുത്തതായി പരേഡ് റിവ്യൂ ഓർഡറിൽ വന്ന് ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു. റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട ഗവർണറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം. बहुमान्य मुख्यमंत्री श्री पिनराई विजयन जी, विशिष्ट व्यक्तिगळे, प्रिय सहोदरी सहोदरन्मारे, एंडेहार्थम आया लोकतंत्र दिना आशंसकळ, all other different contingents of our armed forces, NCC, students, student police cadre, all other present dignitaries, officers of the armed forces, and my dear citizen fellows here. Very first, I should congratulate you all for the today's 77th Republic Day of our country. We have been celebrating this for last 76 years, and today is the 77th year we are starting with for the Republic of our country. We have declared ourselves as the Republic in this whole world, and not as a theocratic state. We have not declared ourselves as a state which will be governed by any one religion, state which will be not ruled by any particular religion, because our culture has been assimilating all the people who have been here, who came here, and treating them as at the same level. They have come here, they have stayed here, and they have assimilated within this culture of this country. So we are a republic and not a theocratic state. I am very happy that yesterday Government of India has declared Padma Awards. I congratulate all the Padma awardees in the country, but I am more happy that our people in the state, our leaders who have contributed to different aspects, different fields in the state, and to many more extent to the culture and the literature of the country also, they have been honored with these Padma Awards. I am very much pleased to say that our very own
Shri V.S. Achyutanandan, who was earlier Chief Minister of our state and who has created a political legacy, not only political field but in the social field also. And he has been awarded the highest civil award, that is Padma Vibhushan. I am very much grateful to the government of India for this honor done to us. Shri K.T. Thomas has also been awarded Padma Vibhushan. Shri P. Narayanan, their contribution towards the society, particularly to the state of our Kerala, has been tremendous, and I am very happy that it has been recognized by the government of India. There are also Padma Bhushan awardees. Our very own actor, known for his different roles in the cinema, Shri Mammootty, our own social leader, Shri Vellapilli Nateshan, they have been awarded with Padma Bhushan. We also have Shri Muthu Narayanan, Shri Kalamandalam Vimala Menon, Srimati Kalamandalam Vimala Menon, and Miss Kolakul Devaki Amma. All these people have been awarded with Padma Shri. Kerala has always created such leaders in different fields. I am very again thankful to the government of India for recognizing our talent in different fields. I am thankful on the behalf of all Keralites, all Malayalis, that our people have been honored at the national level. As I said, we are a republic in this world, and we have been a democratic country. To achieve this today's day, that is of a Republic Day, we have been declaring ourselves as a democracy, and continuously for last more than 75 years or about 77 years, to the world we have been displaying our contribution towards democracy. It is very rightly recognized now all over the world that India is the motherland of democracy. That is the reason why even after so much of years, we have not failed in practicing democracy throughout our country. And to achieve today's fate, that is 26th January, that is Republic Day, there have been many sacrifices by many people, not only at the national level, but from our own state also. And for them, always there have been a guiding force. All our leaders in the freedom struggle, Netaji Subhash Chandra or Mahatma Gandhi, they have guided us throughout our travel towards the independence. There was one slogan which guided our people, our young people and the patriotic people to go to gallows and without having any regrets for that. And the slogan was Vande Mataram. That slogan of Vande Mataram gave them tremendous courage to face all the arms of the Britishers, all the harassment, all the atrocities of the Britishers, and ultimately we attained the freedom. This Vande Mataram slogan, we are celebrating 150 years of Vande Mataram this year. Bankim Chandra Chatterjee had written this song, and it had become a mantra for the freedom fighters. It had become a slogan for whole of nation. This year is 150th year of Vande Mataram. Let us salute all those people who have been saying Vande Mataram and went to gallows with a permanent smile on their faces. Our cultural heritage has always been at the highest level. Our cultural heritage
when I say it doesn't mean that only of the rest part of our country. Our Kerala has given always the cultural heritage to the rest of our country. We have produced many people who have contributed towards our cultural development, cultural heritage. We always have a deep-rooted culture in this state, and that has been the guiding force. Right from Adi Shankaracharya to Sri Narayan Guru, we have always given something to the people, even including the Swami Chinmayananda, who all of them are hailing from Kerala. And Kerala is proud of all such people who have given something to the nation. We have always contributed towards the culture, art, cinema, music, dance, astronomy, literature, acting, sport. All these people are Malayali people who have contributed towards our country. I wish that such tradition of contributing towards what India needs shall continue forever in our country. We have always been following the democracy, and democracy, or for that matter what we have been following for last many years, is our cultural ethos. We have been proposing before the world that we have in our culture the democracy very deep rooted. Following democracy and parliamentary type of democracy, it doesn't mean that the center and the state should be on different roles. We are not enemies, neither center nor state. All have to follow the path of coming together, having hand in hand and walking together towards the progress of this country. Then only we will be achieving Vikasit Bharat vision by the year 2047. It is not the vision of center only. It is the vision of every state in this country, and more particularly of ours also. So Vikasit Bharat, as I always say, the path to Vikasit Bharat passes to Vikasit Kerala. So let us make a sankalp or take a pledge today that we will have Vikasit Kerala, and then we will be marching towards Vikasit Bharat. So center as well as our state, they all have to work together. They are not enemies. We may be having differences, but not at all enemies. We are friends. We are colleagues in the march towards the development of this country. That is what we are going to follow in coming future. I will not take much of time of yours because you are here in the bright sunshine here. But just yesterday we celebrated National Voters' Day, and immediately after a couple of months we will be going for assembly elections. My request to all people from Kerala, and particularly all those who are Malayalis also staying in other parts, they all should come here and vote for whatever they want. They must vote. The voting right is a privilege to us. It is not only duty, it is a right of all of us. So come, let us come. Yesterday we were celebrating National Voters' Day. There also I appeal to all people that this time Kerala should help. Kerala has always been leader in this country in different fields. In കണ്ണൂരിൽ education, ഇപ്പോൾ റിപ്പബ്ലിക് ദിന in medical ചടങ്ങിനിടെ facility, മുൻ in മന്ത്രി social കൂടിയായ reforms, ശ്രീ കടന്നപ്പള്ളി in all other രാമേന്ദ്രൻ fields. കടന്നപ്പള്ളിക്ക് Now let us ചെറിയൊരു pass a new ദേഹാസ്വാസ്ഥ്യമുണ്ടായി, way. Let us ബോധക്ഷയമുണ്ടായി. show the world, അദ്ദേഹം let ഇപ്പോൾ us show our country ഏതാണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് that മനസ്സിലാക്കുന്നു. Kerala is this time പ്രത്യേകം going തയ്യാറാക്കിയ to ആംബുലൻസ് vote. അവിടെയുണ്ട്. 100% റിപ്പബ്ലിക് ദിന പരേഡുമായി voting ബന്ധപ്പെട്ട് will be ആംബുലൻസിൽ achieved അദ്ദേഹത്തെ by Kerala. ആശുപത്രിയിലേക്ക് That is കൊണ്ടുപോകുന്ന what we are ദൃശ്യങ്ങളാണ് trying പ്രേക്ഷകർ to do. കാണുന്നത്. കണ്ണൂരിലെ 79 and ചടങ്ങിലാണ് ഈ 80% സംഭവം we ഉണ്ടായത്. are not വളരെ വേഗം അദ്ദേഹത്തെ ഇപ്പോൾ satisfied with that. ആശുപത്രിയിലേക്ക് 100% കൊണ്ടുപോവുകയാണ്. voting അല്പം will മുമ്പാണ് be അദ്ദേഹം aim of ഈ our ചടങ്ങിനിടയിൽ people. പെട്ടെന്ന് So, in the ഒരു coming ദേഹാസ്വാസ്ഥ്യം elections, ഉണ്ടാവുകയും I തളർന്ന് appeal വീഴുകയും all ചെയ്തത്. the ഇപ്പോൾ people, അല്പസമയത്തിനകം particularly അതിന്റെ the വിശദാംശങ്ങൾ political പ്രേക്ഷകർക്ക് parties ലഭ്യമാക്കാമെന്ന് also, കരുതുന്നു. they also should go to the voters.
they should make aware the people, voters that they should come out and vote. All our election machinery is already there. They are working. They have done their good job. So let us go for this and we decide now. After few months, we will be deciding what we want. This is what the message what I have to give you. Let us come together. Let us keep together and let us work together. That will be really a Vikasit Kerala. That is the aim of all of us. Let us on this Republic Day, very auspicious day, I once again congratulate and send my greetings to all of you from here that we are a republic. We will be going to show the world and to the country that we are really not only republic, we are also a democratic state. So once again, I congratulate all of you here. I thank all those who have participated, particularly all those who have had a march past and all the people who are sitting on the stands. And that is why I am here just to say goodbye to you, because let us work together. My again greetings to you. Namaste, Nanni, Bharat Mata ki Jai. Thank you, sir. विसर्जित करने की अनुमति दें श्रीमान। പത്മ അവാർഡ് ലഭിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് ഗവർണർ സംസാരിച്ചത്. കേരളത്തിൽ പല സേവനങ്ങൾ നടത്തിയ നിരവധി നേതാക്കൾക്ക് പത്മ അവാർഡ് കിട്ടി. നമ്മുടെ സ്വന്തം VS അച്യുതാനന്ദന് പത്മ അവാർഡ് ലഭിച്ചു. ഗവൺമെന്റിനോട്, ഇന്ത്യൻ സർക്കാരിനോട് നന്ദി അറിയിക്കുന്നു എന്ന് ഗവർണർ പറഞ്ഞു. വന്ദേമാതരത്തിന് 150-ാം വാർഷികം കൂടിയാണ് ആഘോഷിക്കുന്നത്. വന്ദേമാതരം സ്വാതന്ത്ര്യ സമരത്തിന്റെ മന്ത്രമായിരുന്നു. കേന്ദ്രവും സംസ്ഥാനവും കൈകോർത്ത് പോകണം, ശത്രുക്കളായി പെരുമാറരുത്, എന്നാൽ മാത്രമേ വികസിത് ഭാരത് ഉണ്ടാവുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ മലയാളികളും നാട്ടിലെത്തി സമ്മതിദാന അവകാശം നിറവേറ്റണമെന്നാണ് ഗവർണർ ആവശ്യപ്പെട്ടത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ 77-ാം റിപ്പബ്ലിക് ദിന ആഘോഷത്തിലാണ് രാജ്യം. അല്പസമയത്തിനകം കർത്തവ്യപഥിലും ദേശീയ പതാക അടക്കം ഉയരും. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിരുവനന്തപുരത്ത് ഗവർണറും മുഖ്യമന്ത്രിയും അടക്കം പങ്കെടുക്കുന്ന പരിപാടിയാണ്. ഗവർണർ തൻ്റെ പ്രസംഗത്തിൽ രാജ്യത്തിൻ്റെ പരമോന്നത പുരസ്കാരങ്ങൾ ലഭിച്ച ആളുകളെ ഓർത്തെടുത്തു. പത്മ അവാർഡ് ലഭിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞു വെച്ചു. ഇതിനിടെ കണ്ണൂരിലെ റിപ്പബ്ലിക് ദിന ചടങ്ങിനിടെ മുൻമന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി കുഴഞ്ഞു വീഴുന്ന സാഹചര്യവും നമ്മൾ കണ്ടു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഇപ്പോൾ ആശുപത്രിയിൽ. അടുത്തതായി തിരുവനന്തപുരം ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ദേശഭക്തി ഗാനങ്ങൾ ദൃശ്യങ്ങളാണ് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. ദീർഘനേരം നിന്നതിൻ്റെയൊക്കെ പ്രശ്നമായിരിക്കാം. സമീപത്ത് ആംബുലൻസ് ഉണ്ടായിരുന്നു. വളരെ വേഗം ആംബുലൻസിൽ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. നെഞ്ചുവേദനയെ തുടർന്നാണ് മിനിസ്റ്റർ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. രജിസ്ട്രേഷൻ, മ്യൂസിയം, ആർക്കിയോളജി വിഭാഗം മന്ത്രിയാണ്, വകുപ്പുകളുടെ മന്ത്രിയാണ് അദ്ദേഹം.
തൃശ്ശൂരിൽ നിന്ന് വന്ദേ ഭാരത് എക്സ്പ്രസ്സിലാണ് അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയത്. ആ സമയം മുതൽ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനുശേഷമാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷമാണ്, ആശുപത്രിയിൽ പരിശോധനയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഈ ചടങ്ങിന് പങ്കെടുത്തതെന്ന് മനസ്സിലാകുന്നു. Minister is under observation. He is also being treated for fever and respiratory infection എന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. സ്വതന്ത്ര ഭാരത ഭൂമി വിടരും എന്ന മലയാള ഗാനം. രാഷ്ട്രപതി കർത്തവ്യപഥിൽ അല്പസമയത്തിനകം ദേശീയ പതാക ഉയർത്തും. പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിക്കും. അതീവ ജാഗ്രതയിലാണ് രാജ്യ തലസ്ഥാനം ഇപ്പോൾ ഉള്ളത്. 10:30 ശേഷം സേനാശക്തിയും സാംസ്കാരിക വൈവിധ്യവും വിളിച്ചോതുന്ന പരേഡും നടക്കും. സംസ്ഥാനത്ത് വിപുലമായ ആഘോഷ പരിപാടികൾ നടക്കുകയാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ അഭിവാദ്യം സ്വീകരിച്ചു കഴിഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പബ്ലിക് ദിനാഘോഷം. രാജ്യം വിവിധ തരത്തിലുള്ള ഭീഷണികൾ, സാമ്പത്തിക ഉപരോധങ്ങളടക്കം നേരിടുന്ന പശ്ചാത്തലമുണ്ട്. അതിനൊക്കെ ഇടയിലാണ് രാജ്യത്തിൻ്റെ എല്ലാ തരത്തിലുള്ള സൈനിക ശേഷിയും അത് പ്രദർശിപ്പിക്കുന്ന വിധത്തിലുള്ള, കരുത്ത് അറിയിക്കുന്ന വിധത്തിലുള്ള പരേഡുകൾ, ടാബ്ലോകളടക്കം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയത്തിനകം കർത്തവ്യപഥിൽ രാജ്യം അഭിമാനത്തോടെ കാണാൻ കാത്തിരിക്കുന്ന നിമിഷങ്ങൾക്ക് കർത്തവ്യപഥ സാക്ഷ്യം വഹിക്കും. രാജ്യത്തിൻ്റെ പരമോന്നത ഭരണാധികാരികളെല്ലാം ഈ ചടങ്ങിൻ്റെ ഭാഗമാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. സുമേഷ് മോറാഴ വിവരങ്ങളുമായി ചേരും. സുമേഷ്, മന്ത്രി രാവിലെ മുതൽ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? രഞ്ജിത്ത്, മന്ത്രിയുടെ ആരോഗ്യനില ഇപ്പോൾ മറ്റ് പ്രയാസങ്ങളില്ല എന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരം. ഏതായാലും അല്പം മുമ്പായിരുന്നു മന്ത്രി വേദിയിൽ നിന്ന് കുഴഞ്ഞു വീണത്. ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ജില്ലാ ആശുപത്രിയിൽ പോലീസും അതുപോലെ തന്നെ മനുഷ്യരുടെ കൂടെയുള്ള ജീവനക്കാർ ഉൾപ്പെടെ അവിടെ എത്തിക്കുകയും ചെയ്തു. ഇന്ന് വേദിയിൽ റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായുള്ള പ്രസംഗം കഴിഞ്ഞ ഉടൻ തന്നെയായിരുന്നു. അതായത് പൂർത്തീകരിച്ചതിന് ഉടൻ തന്നെ മിനിസ്റ്റർ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഒപ്പം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പും മിനിസ്റ്റർക്ക് ഇത്തരം ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി കൂടുതൽ ജീവനക്കാർ ഉൾപ്പെടെ പറയുന്നു. ഏതായാലും ഇപ്പോൾ മന്ത്രിയുടെ ആരോഗ്യനിലയിൽ മറ്റ് പ്രയാസങ്ങളില്ല എന്നാണ് ഇപ്പോൾ അറിയുന്നത്. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി റിപ്പബ്ലിക് ദിന ചടങ്ങിനിടയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളില്ല. അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇപ്പോൾ അടുത്ത് തന്നെ ആംബുലൻസ് ഉണ്ടായിരുന്നു. ആംബുലൻസിൽ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും മറ്റും ചെയ്യുകയായിരുന്നു. സുമേഷ് മൊറാഴയാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അല്പം മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്. ആരോഗ്യനില സംബന്ധിച്ച വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. തൽക്കാലം മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. റിപ്പബ്ലിക് ദിന പരിപാടികൾ വിവിധ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്.
അവസാനമായി എ മാത്തീരെ എന്ന ആസാമീസ് ഗാനം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.